ശരി ശരി ശ്രീ മനാഫ്, ഞാൻ അർജുൻ്റെ കുടുംബമായി സംസാരിക്കുന്നുണ്ട്. നിങ്ങളോട് കാര്യമായി ഒരു കാലുഷ്യം അവർക്കില്ല. എങ്കിലോ ചെറിയ ചെറിയ നീരസങ്ങളുണ്ട്. അതിപ്പോൾ ഏത് മനുഷ്യ ഗ്രൂപ്പിലും ഉണ്ടാകാവുന്ന നീരസങ്ങളില്ലേ? ആ നീരസങ്ങളേ ഉള്ളൂ. ഞാൻ പറയുന്നത് മനാഫ് ഒന്ന് അർജുൻ്റെ വീട്ടിൽ പോകണം, അവരുമായി ഒന്ന് സംസാരിക്കണം. സംസാരിച്ചാൽ എന്തെങ്കിലും പ്രശ്നം ബാക്കിയുണ്ടെങ്കിൽ അത് മഞ്ഞ്, ഞാൻ ഉറപ്പ് പറയുന്നു, അത് മഞ്ഞ് പോലെ ഉരുകിത്തീരും. പറ്റുമെങ്കിൽ ഈ പറഞ്ഞ മനാഫും ആ ജിതിനോട്, നമ്മൾ എത്ര നാൾ അവിടെ ഒരുമിച്ച് നിന്നാന്നേ, ജിതിനും മനാഫും നമ്മളെല്ലാം ഒരുമിച്ച് കുറേ നാളവിടെ നിന്നതല്ലേ. ആ ഓർമ്മയിൽ രണ്ടുപേരും നിന്ന് മാധ്യമങ്ങൾ രണ്ട് വാക്കുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവസാനിച്ചു, ഇത് പരിപാടി തീർന്നു. ശരിയാണ്. മനാഫിന്റെ കാര്യമൊന്നുമില്ല. ആ മനാഫ് പറയേ. ആദ്യം തന്നെ ഈശ്വരന് അവിടെ ഉണ്ടോ? ഉണ്ട്. നമ്മുടെ മാൽപ്പേണ്ണുണ്ട്. കേൾക്കാം. ಈಶ್ವರಣ್ಣ ನಮಸ್ಕಾರ. ನೀವು ಇದೆ ಅಂತೇಳಿ ನನಗೆ ಗೊತ್ತಿರಲಿಲ್ಲ. ನಾನು ನಮ್ಮ ಕೇರಳದವರಿಂದ ನಿಮ್ಮ ಹತ್ರ ಕ್ಷಮೆ ಕೇಳ್ತಾ ಇದ್ದೀನಿ. ನನಗೆ ಏನಾದರೂ ಬೇಜಾರಾಗಿದ್ರೆ ನೀವು ಕ್ಷಮಿಸಿ. നമ്മൾ വിട്ടു. അല്ല, എന്താ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കന്നഡക്കാരല്ലേ, കന്നഡ അറിയാലോ, കന്നഡ പറയാണ്. ക്ഷമ നമ്മൾ കേൾക്കേണ്ടിയാണ്. കാരണം ഞമ്മക്ക് വേണ്ടി രാവും പകലും വന്ന് കഷ്ടപ്പെട്ട മനുഷ്യനാ. ഒരു വിജയം ഉണ്ടാകുമ്പോൾ വിജയത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പല ആളുകളുണ്ടാവും. ആ ആളുകളൊക്കെ കൂട്ടി ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ മനുഷ്യനായിട്ട് എന്താ കാര്യം? തീർച്ചയായിട്ടും നമ്മളെ പിന്നിൽ ഒരുപാട് ആളുകളുണ്ടായിന്, അവരൊക്കെ ചേർത്ത് പിടിക്കേണ്ട. അതിൽ പ്രധാനപ്പെട്ട ഒരു മനുഷ്യനാണ് ഈശ്വര മൽപ്പ. അയാളെ ഞാൻ മാജിക് മൽപ്പ എന്നാണ് വിളിക്കൽ. അയാളെ കൈക്ക് ഒരു മാജിക് ഉണ്ട്. അപ്പം ഏതായാലും നമ്മളെ ദൗത്യം കഴിഞ്ഞിക്കണ്. ഈശ്വരണ്ണ ഇനിയും ഒരുപാട് ദൗത്യങ്ങൾ ഉള്ളതാണ്. നിങ്ങൾ മുന്നോട്ട് പോകണം. ഇത് ചെറിയൊരു അനുഭവമായിരിക്കട്ടെ നിങ്ങൾക്ക്. ഓക്കെ സാർ. അശ്മി സാറേ. അല്ല മനാഫ്, ഇവിടുത്തെ കേസ് പോട്ടെ, നമുക്കത് കൈകാര്യം ചെയ്യാം എന്ന് പറഞ്ഞാൽ ആ കേസും അധികം മുന്നോട്ട് പോകത്തില്ലെന്നാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല കുടുംബം അങ്ങനെ പറയുന്നുമുണ്ട്. യഥാർത്ഥത്തിൽ കുടുംബത്തിന് മനാഫിനോട് ഈ വിഷയത്തിൽ ഈ തരത്തിൽ കലാപാഹ്വാനമൊന്നും അവർ ചിന്തിച്ചിട്ട് പോലും ഇല്ല കേട്ടോ. ഞാൻ നേരിട്ട് ബോധ്യപ്പെട്ട കാര്യമാണ്. കർണാടകയിൽ എന്തോ ഒരു കേസ് എന്ന് പറയുന്നുണ്ട്. കർണാടകയിൽ മനാഫിനോടൊക്കെ നല്ല കലിപ്പുണ്ടാണ് പോലീസുകാർക്ക്. അപ്പോൾ അത് സൂക്ഷിക്കണം. അതിന് കാരണം മനാഫ് തന്നെ അവരോട് തർക്കിക്കുക എന്നൊക്കെയുള്ള സംഭവം ഉണ്ടായി ആ ദിവസങ്ങളിൽ. എല്ലാ ദിവസവും ഒരു 15 പ്രാവശ്യം ഞാൻ കർണാടക പോലീസായിട്ട് വാക്ക് തർക്കങ്ങൾ ഉണ്ടായിരിക്കുന്നു. എത്ര കേസ് ഇടാൻ കഴിയുന്നതുപോൽക്ക് അത്രയും ഇടാൻ പറ്റും. ചില ആളുകൾ എന്നെ പേടിപ്പിച്ചിരിക്കണ്. അബ്ദുൽ നാസർ മദനീനെ പോലെ ഉള്ളിൽ കൊണ്ടുപോയിടും, പിന്നെ ഒരിക്കലും ഇറങ്ങൂല. ഞാൻ അതിലൊന്നും പേടിക്കില്ല. ഇതെന്ത് ഹലോ, ഞാൻ ഇത്ര കാലം ജീവിച്ചോളാം എന്ന് ആർക്കും വാക്ക് കൊടുത്തിട്ടൊന്നുമില്ല. എൻ്റെ മക്കളെ പോറ്റാനുള്ളതൊക്കെ അവിടെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നു. അയാളെ ഞാൻ അന്നും പേടിച്ചിട്ടില്ല, ഇന്നും പേടിക്കില്ല, ഇനി ഒരു കാലത്തും പേടിക്കില്ല. ഞാൻ ചങ്കൂറ്റത്തോടു കൂടി നേരിടും. എനിക്കെതിരെ അർജുൻ്റെ ഫാമിലി അല്ലാത്ത ഏതാൾ വന്നാലും ഞാൻ നേരിടും. സംശയം ഉണ്ടെങ്കിൽ കർണാടകയുള്ള SP-നോട് ചോദിച്ചാൽ മതി. മനാഫും സംഘവും എങ്ങനെയാണ് കൈകാര്യം ചെയ്യലെന്ന്. അതിലൊന്നും ബേജാറില്ല. നമ്മൾ മലയാളികളല്ലേ, അത്യാവശ്യം തലമൊക്കെ ഉള്ള ടീമാണ്. നമുക്കറിയാം എങ്ങനെ നേരിടണം. ഇത്രയും കാലം നേരിട്ടിട്ടുണ്ടല്ലേ ജീവിതം മുന്നോട്ട് വന്ന്, ഇനിയും നേരിടും. അതിൽ ബേജാറില്ല സാറേ. ഓക്കെ, താങ്ക് യു.